ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് ക്രമേണ ചില ആളുകളിലെ പാകിസ്ഥാൻ പ്രേമവും ഇന്ത്യ വിരുദ്ധതയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തെ തന്നെ ചില പാർട്ടിക്കാരുടെ പാകിസ്ഥാൻ പ്രേമം SDPI പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ച് സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർ ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ തീരുമാനിച്ചിരുന്നതും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ ഇപ്പോഴാണ് മറ നീക്കി പുറത്തു വരുന്നത്. ഇന്ത്യയിൽ പാകിസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യം ഉയർന്നത് മലപ്പുറത്ത് നിന്നായിരുന്നു എന്ന് പറയുന്നത് മലപ്പുറത്തെ തന്നെ ഒരു നേതാവാണ്. CPMന്റെ നേതാവ് എന്നറിയപ്പെടുന്ന പാലൊളി മുഹമ്മദ് കുട്ടിയാണ്. ഒരു RSS നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഒരു BJP നേതാവാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവനോ ഒരു മതരഹിതനോ മതം വിട്ടവനോ മതവിമർശകനോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ അങ്ങനെ ആരെങ്കിലുമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞ് നമുക്ക് ഇരവാദം പിടിച്ചൊന്ന് കയറാമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് മുൻ മന്ത്രി കൂടിയായ പാലൊളി മുഹമ്മദ് കുട്ടിക്കൊന്ന് തുറന്നു പറയാൻ വർഷങ്ങൾ ഇത്രയും വേണ്ടി വന്നു എന്നത് മാത്രമേ ഉള്ളൂ അത്ഭുതം. ഇവർ പരസ്പരം തമ്മിൽ തെറ്റണം, എന്നാൽ മാത്രമേ ചില സത്യങ്ങൾ മറനീക്കി പുറത്തു വരൂ. തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് പുറത്തു വരില്ല. ഇനിയും CPM എന്തൊക്കെയാണ് ഈ രാജ്യത്തെ തകർക്കാൻ ചെയ്തത് എന്ന് അവര് പറഞ്ഞു തരും. അങ്ങനെയാണ് സാധാരണ. തമ്മിൽ തെറ്റിയാലാണ് ചില സത്യങ്ങൾ പുറത്തു വരിക. CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സോവനീറിലാണ് പാലൊളിയുടെ ശക്തമായ രൂപത്തിൽ പ്രതികരണമുള്ളത്. ആ പ്രതികരണത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുന്നയിച്ച പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായ നിലപാട് ബ്രിട്ടീഷുകാരിൽ നിന്നും ലഭിച്ചു. അന്ന് മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് KM സീതി സാഹിബ്, സത്താർ സേട്ട് എന്നിവരൊക്കെ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേസമയം മുസ്ലിം ലീഗ് വർഗീയ ശക്തികളോട് കീഴ്പ്പെടുന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമാണ് CPM മലപ്പുറം സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിയത്. ഭാവിയിൽ വർഗീയ ശക്തികൾ ലീഗിനെ തന്നെ വിഴുങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഈ രാഷ്ട്രീയം അപകടകരമെന്നും മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വൻ ദുരന്തമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴായിരുന്നോ പറയേണ്ടിയിരുന്നത്? കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നില്ലേ? ശരി, ചില വിജയങ്ങൾ അങ്ങനെയാ, ചില സത്യങ്ങൾ അങ്ങനെയാ. അവസാനം ഒരു പിടി പിടിക്കും. പിടിച്ചു കഴിഞ്ഞാലോ പിന്നീട് കുതറാൻ അനുവദിക്കുകയുമില്ല. ഇന്ത്യയിൽ മലപ്പുറത്ത് പാകിസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ സിന്ദാബാദ് വിളികൾ ഉയർന്നില്ലേ? പാകിസ്ഥാൻ തോറ്റാൽ ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ ബെറ്റുവയ്ക്കുന്നതും അട്ടഹാസമുണ്ടാക്കുന്നതും, ഇന്ത്യ തോൽക്കുകയും പാകിസ്ഥാൻ ജയിക്കുകയും ചെയ്താൽ ഉടനെ തന്നെ മലർന്നു കിടന്ന് തുപ്പുന്നതും ആരാണ് എന്ന് നമുക്കറിയാം. പാകിസ്ഥാനു വേണ്ടി സിന്ദാബാദ് വിളിച്ചത് ചരിത്രം പരിശോധിച്ചിട്ട് പറയേണ്ടുന്ന വസ്തുതയാണ്. ഇസ്ലാമോഫോബിയ എന്ന മാരകമായ വിഷമുള്ളിൽ ചെല്ലുമ്പോഴാണ് ചരിത്രവിരുദ്ധമായ ഇത്തരം ഒരു ആശയം പുറത്തു വരുന്നത് എന്ന് മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യലാണെന്നും ചില കോണുകളിൽ നിന്നും ചില ആളുകൾ ഉയർത്തിവിടുന്നുണ്ട്. എഴുത്തുകാരനായ സുരേന്ദ്രനിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ വാദം ഉണ്ടാകുന്നത്. ഇതിന്റെ ചരിത്രം എന്താണ് എന്ന് പരിശോധിക്കണം. ഈ രാജ്യത്തെ ഫാസിസ്റ്റുകാർ ആരാണ് എന്ന് ചിന്തിക്കണം, അറിയണം. വംശീയ ആശയങ്ങൾ ആരാണ് ഈ നാട്ടിൽ പടർത്തി ഇതൊരു പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കണം. താൽക്കാലിക ലാഭത്തിനു വേണ്ടി, സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും മാത്രം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് എന്ന് ചിന്തിക്കണം.
ആരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ തോണ്ടാൻ ആരാണ് തീരുമാനിച്ചിരിക്കുന്നത്, ആരാണ് അതിനുവേണ്ടി നേരം വെളുക്കുവോളം വെള്ളം കോരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. എല്ലാ നാടും മാറിയതുപോലെ മലപ്പുറം മാറി എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും മലപ്പുറത്തിന് വേണ്ടത് ഒരു മലദ്വാർ സംസ്ഥാനമാണ്. ആ മലദ്വാർ സംസ്ഥാനത്തിന് വേണ്ടി അവരാദ്യം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഭൂമി സ്വപ്ന വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കി അവരെ നാട് കടത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം മതത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും സ്വന്തം രാജ്യത്തെ പോലും ഒറ്റുകൊടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു ജനസമൂഹമുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ഇവര് തന്നെയാണ്. ചിന്താശേഷിയില്ലാത്ത, യുക്തിബോധമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത, ആകെ ഇവർക്ക് ലക്ഷ്യബോധമുണ്ട്. എന്താണ്? ഇരുമ്പ് നിക്കറിടുക, പൊട്ടിത്തെറിക്കുക, 72 ഹൂറികളെ മാറി മാറി ഭോഗിക്കുക, സുഖിക്കുക. ഇതല്ലാതെ പിന്നെ എന്താണ് ഇവർക്കുള്ളത്? അസഹിഷ്ണുത മാത്രമാണ് ഇവർക്കുള്ളത്. ഒരാശയത്തെ ആശയപരമായി എങ്ങനെ എതിർക്കണം എന്ന് പോലും ഇവർക്കറിയില്ല. എങ്ങനെയാണ് ആ വിഷയത്തെ കാണേണ്ടത് എന്ന് പോലും അറിയില്ല. എല്ലാം വൈകാരികമായി മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം. ചൈനയിൽ ഇവരെ മാനസിക രോഗികളായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ ആട്ടിച്ചു പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് കാരണം. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഇവരെ പ്രശ്നക്കാരായി മുദ്ര കുത്തുന്നതിന് പിന്നിൽ എന്താണ്? കേരളവും ഇതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയിലായി മാറുകയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു, ഇവരുടെ ഹബ്ബായി മാറുന്നു എന്നതിന്റെ തെളിവാണ് കൂട്ടത്തോടുകൂടി ബംഗ്ലാദേശികൾ വ്യാജ ഐഡികളിൽ നമ്മുടെ നാട്ടിലെത്തുന്നു. എത്തുമ്പോൾ കൊല്ലപ്പെടേണ്ടുന്ന RSSകാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. നമ്മുടെ ഷെയ്ഖ് ഷാബിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊല്ലപ്പെടേണ്ടുന്ന ഹിന്ദു നേതാക്കളുടെ പേര് വിവരങ്ങളായിരുന്നു, അവരുടെ ഫോട്ടോകളായിരുന്നു. അവരെ എല്ലാ രൂപത്തിലും സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്താൻ ഇവിടെ ആളുകളുണ്ട്. ആ ഷെയ്ഖ് ഷാബ് താമസിച്ചിരുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങളും ലിസ്റ്റും ആധാർ കാർഡുകളും ഹൗസ് ഓണറുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനകത്ത് താമസിച്ചിരുന്ന ഷെയ്ഖ് ഷാബിനെ മാത്രം സുരക്ഷിതമായി ഇവർ ഒളിപ്പിച്ചു വെച്ചു. എന്തിന്? അതാണ് ചോദ്യം. എന്തിനാണ്? ഷെയ്ഖ് ഷാബ് സുരക്ഷിതമായി ഇരിക്കണം എന്നത് പലരുടെയും അനിവാര്യതയായിരുന്നു. ഈ ബംഗ്ലാദേശികൾക്ക് വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുത്ത് പാസ്പോർട്ട് വേണോ, റേഷൻ കാർഡ് വേണോ, വോട്ടർ ID വേണോ, ആധാർ കാർഡ് വേണോ, എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവരെ സുരക്ഷിതരാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ആർക്കൊക്കെയോ ഉണ്ട്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമായി പിടിക്കപ്പെട്ട ആളുകൾ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളായിരുന്നു. ഒരാളിൽ നിന്നും 15,000 രൂപ പറ്റിയിട്ട് ആ 15,000 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് അവരത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കരുത്. അല്ല, മറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും അവർ പോകും. അതാണ് മലപ്പുറം ഇന്ന് മാതൃകയായിരിക്കുന്നത്. നന്ദി.